ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഏറെ ആത്മവിശ്വാസം പകർന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ബി.ജെ.പിക്കും എൻ.ഡി.എക്കും തിരിച്ചടി നൽകിയതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് മികച്ച വിജയം കൈവരിക്കാനും സാധിക്കുകയും ചെയ്തു. അധികാര തുടർച്ച കിട്ടിയെങ്കിലും രാമക്ഷേത്ര അടക്കമുള്ളവ ഉയർത്തിയിട്ടും യു.പിയിലുണ്ടായ തിരിച്ചടി ബി.ജെ.പിക്കും എൻ.ഡി.എക്കും കനത്ത ക്ഷീണം തന്നെയാണ് ഇതുവരെയും ഉണ്ടാക്കിയിട്ടുള്ളത്. അധികാരത്തിലേറിയിട്ടും യു.പിയിലെ തിരിച്ചടി ബി.ജെ.പിക്കുള്ളിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. 2 മാസം പിന്നിട്ടിട്ടും അതിന്റെ അനുരണങ്ങൾ ഇപ്പോഴും പാർട്ടിയിൽ കെട്ടടങ്ങിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ദളിത് മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. യു.പിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ഉപസംവരണം, വഖഫ് ഭേദഗതി ബില്ല്, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ നടപടിയിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രതിഷേധവും അമർഷവും കൂടുതൽ ചർച്ചയാക്കാനും ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാനുമാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ദളിത്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗം എന്നിവർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. വെള്ളിയാഴ്ച ആരംഭിച്ച ക്യാമ്പയിൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ തടയാനുള്ള നിയമം, അതുപോലെ അത് പാർലമെന്റിൽ പാസാക്കി 25 വർഷം തികയുന്ന സെപ്റ്റംബർ 11-ന് സമാപിക്കുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുകയും ചെയ്തു. ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ ഭരണഘടനാപരമായ അടിസ്ഥാന അവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജാതി സെൻസസ്, വഖഫ് ഭേദഗതി ബില്ല്, SC/ST സംവരണത്തിലെ ഉപസംവരണം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഈ സമുദായങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്. അതിനാൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കുകയും അവർക്കൊപ്പം നിൽക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. 1 മാസം നീണ്ട ക്യാമ്പയിനിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ജനങ്ങളെ അണിനിരത്താനും ലഘുലേഖകൾ വിതരണം ചെയ്യാനും അതത് സമുദായങ്ങളുമായി ചർച്ച നടത്താനുമാണ് പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ OBC, ന്യൂനപക്ഷ, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾ ജില്ലാ തലത്തിൽ ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്യും. ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യും. ഡോക്ടർ, അധ്യാപകർ, മറ്റ് പ്രൊഫഷണലുകൾ തുടങ്ങിയ ബുദ്ധിജീവികൾ അടക്കമുള്ള പ്രമുഖരുമായും സംവദിക്കാൻ സംസ്ഥാന ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ഷാനവാസ് ആലം പറയുകയും ചെയ്തു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായുള്ളത് റെയിൽവേക്കാണ്. അത് കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് കീഴിലുമാണ്. മുസ്ലിങ്ങൾ സമുദായ ഉന്നമനത്തിനായി വിട്ടു നൽകിയ ഭൂമിയും സ്വത്തുമാണത്. ഇപ്പോൾ ആ സ്വത്തുക്കളുടെ ഡീലർമാരാകാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും ഷാനവാസ് പറയുകയും ചെയ്തു. ഭരണഘടന തൊട്ടുകൂടായ്മ നിരോധിച്ചതും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം നൽകുകയും ചെയ്തത് സാമൂഹ്യ വിവേചനത്തിന്റെ അവസാനിപ്പിക്കാനാണ്. ആ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉപസംവരണം അനുവദിക്കാനുമാകില്ല. SC/ST നിയമം പോലും ശരിയായി ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നില്ല. മിക്ക കേസുകളും പ്രാദേശിക തലത്തിൽ തീർപ്പാക്കപ്പെടുകയാണ്. SC/ST നിയമം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തുറന്നു കാണിക്കാൻ കൂടിയാണ് ക്യാമ്പയിന്റെ സമാപന ദിവസമായി സെപ്റ്റംബർ 11 തന്നെ തിരഞ്ഞെടുത്തെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. സാധാരണക്കാർക്ക് കൂടി കാര്യമായി ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ ലഘുലേഖകൾ എല്ലാവരിലേക്കും എത്തിക്കും. ഗ്രാമങ്ങളിലും ജില്ലകളിലും സംസ്ഥാന തലത്തിലും യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഷാനവാസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും വോട്ടുകൾ ഇക്കുറി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വ്യാപകമായി ലഭിച്ചുവെന്നാണ് ബി.ജെ.പി വിലയിരുത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റു ന്യൂനപക്ഷങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. BSPയുടെ പ്രധാന വോട്ട് ബാങ്കായ ജാദവ് വോട്ടുകളിൽ 6% SP-യിലേക്കും കോൺഗ്രസിലേക്കും ഒഴുകിയെന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പ്രതിപക്ഷ ക്യാമ്പയിൻ ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്നും അവർ വിലയിരുത്തിയിരുന്നു. 2019-ൽ യു.പിയിലെ പട്ടികജാതി സംവരണമുള്ള 17 ലോക്സഭാ സീറ്റുകളിൽ 14-ലും ബി.ജെ.പി ആയിരുന്നു വിജയിച്ചത്. എന്നാൽ ഇക്കുറി അത് 8 സീറ്റിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്തു. 7 മണ്ഡലങ്ങളിൽ SP ആണ് ജയിച്ചത്. കോൺഗ്രസും ആസാദ് സമാജ് പാർട്ടിയും, അതായത് കാൻഷിറാമിന്റെ പാർട്ടിയും ഓരോ സീറ്റുകളിലും ജയിച്ചു. 40-ലധികം ലോക്സഭാ സീറ്റുകളിൽ ആധിപത്യം പുലർത്തുന്ന OBC വിഭാഗങ്ങളുടെ നിലപാടുകളിൽ ഉണ്ടാക്കിയ മാറ്റവും കോൺഗ്രസ് തിരിച്ചറിയുകയും ചെയ്തു. NDAക്കൊപ്പം നിന്ന പലരും അവരെ കൈവിട്ട് ഇന്ത്യ സഖ്യത്തിനാണ് ഇക്കുറി പിന്തുണ നൽകിയത്. യു.പിയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞതോടെയാണ് സംസ്ഥാനത്തുടനീളം സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ കോൺഗ്രസും ഉരുത്തിരിഞ്ഞു വരുന്നത്.
കോൺഗ്രസിന്റെ ഈ വലിയ മാറ്റം ഉണ്ടാക്കുന്നത് ബി ജെ പിയിലേക്കുള്ള വലിയ തകർച്ചയിലേക്കുള്ള പാതയാണ് തുറന്നിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് പുതിയ പാതകൾ വെട്ടിത്തെളിച്ച് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ നാമാവശേഷമായ മണ്ഡലങ്ങൾ പോലും ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടാതെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഏറ്റ കനത്ത തിരിച്ചടി അത് ഏറ്റവും വലുതായി പറയപ്പെടുന്നത് ഉത്തർപ്രദേശിലാണ്. കാരണം അവിടങ്ങളിലാണ് എപ്പോഴും ഇവർ പറഞ്ഞിരുന്ന രാമരാജ്യമുള്ളത്. ബി ജെ പിയുടെ RSSന്റെ എൻ ഡി എയുടെ ഒക്കെ രാമരാജ്യം എന്ന് അവർ സ്വപ്നം കാണുന്ന, അവർ വാഴ്ത്തിപ്പാടുന്ന, അവർ നാഴികയ്ക്ക് 40 വട്ടം ഉണ്ണാതെ ഉറങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ സ്വന്തം രാമരാജ്യം എന്ന സ്ഥലത്ത് ബി ജെ പിക്ക് എൻ ഡി എക്ക് ഏറ്റ തിരിച്ചടി ഒരുപക്ഷെ സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ രാജ്യത്തുടനീളം അവർ ജയിച്ചിടത്തിൽ നിന്നെല്ലാം ലഭിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉത്തർപ്രദേശിലെ തോൽവിയിൽ അവർക്ക് ലഭിച്ചത്. അവിടങ്ങളിൽ നിന്നും ലഭിച്ച ഈ തിരിച്ചടികൾ പിന്നീട് ഇപ്പോൾ 2 മാസം പിന്നിട്ടിട്ടും വലിയ തരത്തിൽ ബി ജെ പി പോലും പൊട്ടിത്തെറികളാണ് ഉണ്ടാക്കുന്നത്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെതിരെ ഉപമുഖ്യമന്ത്രിയും അതുപോലെ അവിടുത്തെ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സമിതിയും ദേശീയ നേതൃത്വം വരെ തിരിഞ്ഞ് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ യോഗിക്കെതിരെ കടുത്ത വിയോജിപ്പുണ്ടാകുന്നു, വിമർശനമുണ്ടാകുന്നു. യോഗിയുടെ ബുൾഡോസർ രാജ്, അതുപോലെ ന്യൂനപക്ഷ വേട്ട, അതുപോലെ തന്നെ ജാതീയമായുള്ള അധിക്ഷേപം, ജാതി കൊലകൾ, ജാതി അതിക്രമങ്ങൾ, കലാപങ്ങളെല്ലാം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. കൂടാതെ അവിടെ ഇവർ രാമക്ഷേത്രത്തെ പൊക്കിപ്പിടിച്ചാണ് വോട്ട് ചോദിച്ചെങ്കിൽ അതേ രാമക്ഷേത്രവും അതേ ശ്രീരാമനും ബി ജെ പിക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. അവിടങ്ങളിലെല്ലാം വലിയ തരത്തിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയുണ്ടത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ 100-ൽ 100 എന്ന തരത്തിലേക്ക് പോയ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇത്തവണ 4 ഭാഗമായി ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതിനെല്ലാം കാരണം അവിടെ യോഗി അടക്കമുള്ളവരുടെ ഭരണവിരുദ്ധ വികാരങ്ങൾ തന്നെയാണ്. അവിടെ ബി ജെ പി നടത്തുന്ന, എൻ ഡി എ നടത്തുന്ന ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ, ബി ജെ പി സർക്കാരിനെതിരെ ഓരോ ജനങ്ങളും തിരിഞ്ഞത്, ജാതീയമായുള്ള അധിക്ഷേപം, അവിടെ ജാതി തിരിച്ച് അവർ നടത്തിയ വികസനങ്ങളെല്ലാം, അതായത് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് മാത്രമേ ഞങ്ങൾ നൽകുകയുള്ളൂ, ആ ഹിന്ദുവിലും ഉയർന്ന ഹിന്ദുക്കൾക്ക് മാത്രമേ ഞങ്ങളെല്ലാം നൽകുകയുള്ളൂ, പകരം നിങ്ങളെല്ലാം താഴ്ന്ന ജാതിക്കാരാണ്, നിങ്ങൾ എപ്പോഴും താഴ്ന്നു കിടക്കേണ്ടവരാണ്, നിങ്ങൾക്ക് യാതൊരു വികസനത്തിന്റെയും ആവശ്യമില്ല എന്ന തരത്തിലുള്ള ബി ജെ പിയുടെ അതുപോലെ യോഗി ആദിത്യനാഥിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അത് വലിയ തിരിച്ചടിയാവുകയും ബി ജെ പിക്ക് ഏതാണ്ട് ഉത്തർപ്രദേശിൽ പോലും തോറ്റു തുന്നം പാടുന്ന സാഹചര്യം ഉണ്ടാവുകയും നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാവുകയും അവിടുന്ന് ആദ്യ സമയങ്ങളിൽ വോട്ടെണ്ണുമ്പോൾ നരേന്ദ്രമോദി പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തത് തന്നെയാണ് ബി ജെ പിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന്. അതിപ്പോൾ കൃത്യമായി മുതലെടുത്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലടക്കം രാജ്യമെമ്പാടും കോൺഗ്രസ് പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വഖഫ് ബോർഡ് ഭേദഗതി, അതുപോലെ തന്നെ വഖഫ് ബില്ലിന്റെ ഭേദഗതി ബില്ല്, മറ്റുള്ള SC/ST നിയമങ്ങളുടെ പുതിയ ഭേദഗതി, അതെല്ലാം ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുക. വീണ്ടും അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള പതനമാണ് ഉണ്ടാകാൻ പോകുന്നത്.